सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। വെൽ, ഇനി ഷൈനി പറയൂ. സർ, ഇന്നു മുതൽ പുതിയ എപ്പിസോഡാണ്. യെസ്, നമ്മുടെ ലീഡിംഗ് പ്രോഗ്രാമായ അഭയാർത്ഥി ഇനി പറയാൻ പോകുന്നത് ഇതുവരെ പറയാത്തൊരു കഥയാണ്. അതായത് 65ന്റെ നാളുകളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ അമേരിക്കൻ സൈന്യം ഒഴിപ്പിച്ചെടുത്ത് സൈനിക ക്യാമ്പാക്കി മാറ്റിയ ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന കോൾ ഐലൻഡ് ദിയാഗോ ഗാർസിയയെ കുറിച്ച്. ദിയാഗോ ഗാർസിയ? അതെ. ഇന്നു മുതൽ ഈ ദ്വീപിനെ കുറിച്ചും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് പല രാജ്യങ്ങളിലായി അഭയാർത്ഥികളെ അലഞ്ഞ് ഒടുവിൽ കേരള തീരത്തെത്തിയ ദമ്പതികളും അവർക്ക് ഇവിടെ വെച്ച് ജനിച്ച കുട്ടിയുടെയും കഥ പറയുന്ന ഒരു വ്യത്യസ്ത എപ്പിസോഡാണ് ഷൈനി ഇന്നു മുതൽ തുടങ്ങുന്നത്. ആൻ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്. അബ്സല്യൂട്ട്ലി. ഇതാ, ഞാൻ ഇതിനു വേണ്ടി ഒരു വിദേശ ചാനലിൽ നിന്നും കളക്ട് ചെയ്ത ആ ദ്വീപിനെ കുറിച്ചുള്ള ചില വിഷ്വൽസും ഒരു വിദേശി ചെയ്ത ദിയാഗോ ഗാർസിയ എന്ന ഡോക്യുമെന്ററി. കോപ്പിയടിയാണെന്ന് ചിലർ പറയും. കുഴപ്പമില്ല, കോട്ടസി വെച്ചാ മതി. സർ, ഇതിൽ പറയുന്ന കുട്ടി? അതെ, ഞാൻ അതിലേക്ക് വരാം. അവനിപ്പോൾ വയസ്സ് 30 കഴിഞ്ഞു. അവന് 1 വയസ്സായപ്പോഴാണ് അവനെ തനിച്ചാക്കി അവന്റെ അമ്മയും അച്ഛനും തങ്ങളുടെ ദ്വീപിലേക്ക് തിരിച്ചു ചെന്ന് മറ്റുള്ളവരോടൊപ്പം സമരം ചെയ്യാൻ പോയത്. പക്ഷേ കാലത്തിന്റെ ദുരൂഹത ഇന്നും തുടരുന്നു. അവർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോഴവൻ നമ്മുടെ തീരപ്രദേശത്ത് ഒരു ചേരിയിൽ കഴിയുകയാണ്. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങണം. ഓക്കെ സർ.
യുദ്ധക്കൊതിയന്മാർ നാടുവാണിരുന്ന കാലം, നമ്മുടെ മഹാരാജ്യത്തെ നിസ്സാര ലാഭത്തിനു വേണ്ടി വെള്ളക്കാർക്കും പറങ്കികൾക്കും അടിയറ വെച്ച കാലം, തലമുറകൾ മറക്കാൻ ശ്രമിക്കുന്ന കാലം, ഒടുവിൽ കച്ചവട ലാഭത്തിനായി വിദേശികളാൽ ശിഥിലമാക്കപ്പെട്ട നമ്മുടെ നാടിനെ അഹിംസയുടെയും സഹനശക്തിയുടെയും ആൾ രൂപമായ കർമ്മയോഗിയായ അർദ്ധനഗ്നനായ സന്യാസി നമ്മുടെ മഹാത്മജി വിദേശികളിൽ നിന്നും നമ്മെ രക്ഷിച്ചു. വീണ്ടും ഇന്ത്യ എന്ന ഒറ്റ വികാരമാക്കി നമ്മെ വളർത്തി. എന്നാൽ നമ്മുടെ ലോകഭൂപടത്തിൽ ഇന്നും നൊമ്പരമായി നിൽക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്, ദിയാഗോ ഗാർസിയ. ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ആവശ്യപ്രകാരം ബ്രിട്ടൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു സൈനിക ക്യാമ്പ് സ്ഥാപിക്കുന്നതിനുള്ള അനുയോജ്യമായ സ്ഥലം നിർണയിച്ചപ്പോൾ യുദ്ധക്കൊതിയന്മാരുടെ കഴുകൻ കണ്ണുകൾ പതിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ദ്വീപിലാണ്. മീൻപിടുത്തവും കൃഷിയും മാത്രം അറിയാവുന്ന പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദരിദ്രദ്വീപ്, ഇതാണ് ദിയാഗോ ഗാർസിയ. കയ്യൂക്കുള്ളവൻ ദുർബലരെ അടിമയാക്കുന്ന കാലം. ബ്രിട്ടൻ അമേരിക്കയുടെ ആവശ്യപ്രകാരം ദ്വീപിൽ നിന്നും ബലം പ്രയോഗിച്ചും അല്ലാതെയും ആൾക്കാരെ ഒഴിപ്പിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും തൊഴിലുകളും നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളം ദിയാഗോ ഗാർസിയ ദ്വീപുകാരെ പല രാജ്യങ്ങളിലേക്കായി കയറ്റി അയച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പോലും പലർക്കും നഷ്ടപ്പെട്ടു. തങ്ങളുടെ വിയർപ്പിന്റെ വിലയായ സമ്പാദ്യവും സർവവും നഷ്ടപ്പെടുത്തി പല സ്ഥലങ്ങളിലായി രാജ്യങ്ങളിലായി ആ പാവങ്ങൾ അഭയാർത്ഥികളായി അലയുന്നു. ദിയാഗോ ഗാർസിയ എന്ന ദ്വീപിനെ ഒഴിപ്പിച്ച് അവിടെ ഈച്ച പോലും കടക്കാനാകാത്ത സൈനിക ക്യാമ്പാക്കി മാറ്റിയ അമേരിക്കൻ ഭരണകൂടം വാക്കുപാലിച്ചു. ദ്വീപിലെ പാവങ്ങളെ ഒഴിപ്പിച്ച ബ്രിട്ടന് അമേരിക്ക സമ്മാനിച്ചത് സൗജന്യ നിരക്കിൽ അന്തർവാഹിനി കപ്പലിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ. ഫ്രാങ്ക്ലിൻ എവിടെയാണെന്ന് അറിയില്ല. എപ്പോഴെങ്കിലും വരും. പിന്നെ പുറത്തു പോകാനുള്ള ശ്രമമാണ്. അദ്ദേഹം ഒരു ദ്വീപിലാണ് താമസം. അവിടെ നിന്ന് പോകാനുള്ള ശ്രമത്തിലാണെന്നാണ് അറിവ്. ഇവിടെ എപ്പോഴും കാണാറില്ല. കടപ്പുറത്താണ് പണി. അവൻ അരവട്ടാണെന്ന്. വട്ട് അവ അരവട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സിറ്റിയിൽ നിന്നും 4 കിലോമീറ്റർ മാറി തീരദേശമായ കരിവട്ടം കോളനിയിലാണ്. ഇവിടെയാണ് നമ്മുടെ ഈ എപ്പിസോഡിലെ നായകൻ, അതായത് ദിയാഗോ ഗാർസിയൻ വംശജനായ ഫ്രാങ്ക്ലിൻ താമസിക്കുന്നത്. ചേട്ടാ, ഈ ഫ്രാങ്ക്ലിന്റെ വീട് എവിടെയാ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. കുഞ്ഞുനാളിൽ തന്നെ തനിച്ചാക്കി ദ്വീപിലേക്ക് സമരത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വരാതെ പോയ, അഥവാ മരിച്ചുപോയി എന്ന് കരുതാവുന്ന മാതാപിതാക്കളുടെ സ്വന്തം നാടായ ദിയാഗോ ഗാർസിയയിലേക്ക് പോയി അവരുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കാനായി കാത്തിരിക്കുന്ന ഇന്നത്തെ യുവാക്കളുടെ ന്യൂ ജനറേഷൻ ചിന്തകൾ ഒന്നും തന്നെ മനസ്സിൽ സൂക്ഷിക്കാതെ മാതാപിതാക്കളുടെ ജന്മനാട്ടിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ലിൻ. നമുക്ക് അയാളോട് തന്നെ ചോദിച്ചറിയാം അയാളുടെ ശ്രമത്തെക്കുറിച്ച്. ഹലോ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ. ഹലോ ഫ്രാങ്ക്ലിൻ, ഐ എം താര നായർ ഫ്രം സിറ്റി മീഡിയ. ഓ, എനിക്കാരും കാണണ്ട. ഓ, സർ, എനിക്കൊന്നും കേൾക്കണ്ട. താൻ എത്ര സ്റ്റോറികൾ കവർ ചെയ്തിരിക്കുന്നു? എന്നിട്ട് സർ, അതൊരു ചേരിയാണ്. അവൻ വല്ലാതെ പ്രകോപിതനായാൽ. ഒരിക്കൽ അവിടുത്തെ ഒരു ലോക്കൽ എഴുത്തുകാരൻ അവന്റെ വിഷയവുമായി അവനെയും കൊണ്ട് തന്റെ അടുത്ത് വന്നതാണ്. അന്ന് താൻ അവനെ കാര്യമാക്കിയില്ല. താര ഒന്ന് മനസ്സിലാക്കണം, ചിലപ്പോൾ വാർത്തകൾ നമ്മെ തേടി വരും. അന്ന് അതിനെതിരെ മുഖം തിരിക്കരുത്. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവനെ വീണ്ടും കണ്ടെത്തണം. എനിക്ക് അടുത്ത എപ്പിസോഡിൽ അവന്റെ ഇന്റർവ്യൂ കിട്ടിയിരിക്കണം. കാരണം ഉടനെ അവന്റെ പേപ്പർ ശരിയാവാൻ സാധ്യതയുണ്ട്. അവനെ വെച്ച് തന്നെ ഫൈനൽ എപ്പിസോഡ് ലൈവ് ആക്കണം. ഷുവർ സർ. വാടക കൊടുത്ത് കിടക്കാൻ പോലും നിവർത്തിയില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. വീടുകൾ ഇടിച്ചിട്ട് പലരും റോഡുകളിൽ കിടക്കും പോലെ കിടക്കുകയാണ്. പെട്ടെന്ന് കെട്ടിത്തന്നോ? പെട്ടെന്ന് കെട്ടിത്തന്നിട്ടില്ല. ഒഴിപ്പിച്ച സ്ഥലത്തിന് പകരം സ്ഥലം നൽകാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ പാവം ജനങ്ങളെ സർക്കാർ അക്ഷരാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്നും സിറ്റി മീഡിയയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ജയശങ്കറിനൊപ്പം താര നായർ. ഓക്കെ അല്ലേ? 1 സെക്കൻഡ്. ഹലോ മാഡം. ഹലോ മാഡം, ഇത് പണ്ട് അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി. മാഡം, ഞാനിപ്പോ എമർജൻസി ആയിട്ടുള്ള റിപ്പോർട്ടിംഗിലാണ്. പിന്നെ വിളിക്കൂ. മാഡം. മാഡം,
എടോ ഇത് കുട്ടി തന്നോട് ഇത് എത്ര വട്ടം പറഞ്ഞിരിക്കുന്നത് നടക്കാത്ത കാര്യമാണെന്ന്. ദേ ദ്വീപിലേക്കാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ മെനക്കെടുത്തരുത്. ആ ദ്വീപിലേക്ക് നിനക്കെന്നല്ല ആർക്കും പോകാൻ കഴിയില്ല. അവിടെ ഇപ്പൊ അമേരിക്കൻ സൈനിക ക്യാമ്പാണ്. ഒരുത്തം വന്നിരിക്കുന്നു അവന്റെ അമ്മേരെ അപ്പന്റെ കല്ലറയിൽ പൂ വയ്ക്കാനായിട്ട്. താനീ വാട്ടി തന്നെ ഇറങ്ങിപ്പോടോ. പിള്ളേ എവിടെ നോക്കി ഇരിക്കണ പണി ചെയ്യാൻ അങ്ങോട്ട്. ശമ്പളം വാങ്ങാൻ മാത്രം ഇങ്ങോട്ട് വരണം. പണിയേ അങ്ങോട്ട്. ചുമ്മാ വെറുതെ വന്നിരുന്ന കാറ്റ് മാഞ്ചോണ്ട് പോണം അങ്ങോട്ട്. കാറ്റ് വെറുതെ ഇട്ടണേടാ. എന്താണ് നീ വല്ലാണ്ട് ചിരിക്കണല്ല? ഒന്നുമില്ല ബാപ്പ. അല്ല, ഫ്രാങ്കളിൽ നിന്ന് നേരത്തെയാ? പാവം ബാപ്പ, അയാൾക്കയാളുടെ ഉമ്മാന്റെ ബാപ്പാന്റെ ദ്വീപിലേക്ക് പോകാൻ പറ്റുമോ? അത് പറഞ്ഞപ്പോഴാണ് ആ ചാനലിലെ പെങ്കൊച്ച് പിന്നെയും വന്നിരുന്നു. ഇവനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. വിളിച്ചു നോക്കാം. ഫ്രാങ്കോ, എടാ ഫ്രാങ്കോ. എനിക്കാരും കാണണ്ട. ഏയ് മോനെ, വേണ്ട, ആ പാവം പൊയ്ക്കോട്ടെ. നീ ഇനി ഇങ്ങനെ ആരെയും ഉപദ്രവിക്കരുത്. ഇനി മുതൽ നമുക്ക് തെറ്റാടി വേണ്ട. അയ്യോ, എന്റെ തെറ്റാടി. എന്താ വിഷമിച്ചോ? അതങ്ങ് പോട്ടെ, നമുക്കിനി അത് വേണ്ട. നീ ഇനി നല്ലപോലെ പഠിക്കണം, സ്കൂളിൽ പോകണം. എന്നാ മോനിപ്പോൾ പൊയ്ക്കോ. പൊയ്ക്കോ. ഫ്രാങ്ക്ലിൻ, നിന്റെ പേപ്പർ ശരിയായി. ഇനിയെങ്കിലും ഞങ്ങളുടെ ഇവിടെ വന്നൂടെ? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കാരും കാണാൻ വേണ്ട. ഫ്രാങ്ക്ലിൻ വന്നേക്കുന്നു പിന്നെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഒന്ന് നിന്നേ, ഒന്ന് പറയട്ടെ. കാണാൻ വന്നേക്കുന്നു നാശങ്ങൾ വീണ്ടും വീണ്ടും. ഫ്രാങ്ക്ലിൻ, എടാ നിന്റെ പേപ്പർ ശരിയായി. ഫ്രാങ്ക്ലിൻ, നീ ആദ്യം ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്, ഒന്ന് വിശ്വസിക്ക്. ശരിയാണോ? എനിക്ക് എന്റെ നാട്ടിൽ പോകാൻ പറ്റുമോ? എടാ തീർച്ചയായും, ഇപ്പോൾ തന്നെ ഓഫീസിൽ ഫാക്സ് വരും. MD ഞങ്ങളെ വിളിച്ചറിയിച്ചതാണ്. ആണോ? വിശ്വസിക്കട്ടെ ഞാൻ? വിശ്വസിക്കാം, 100%. നിനക്ക് നിന്റെ ആഗ്രഹം നടക്കും. ഒരുപാട് ഞാൻ അലഞ്ഞു,
മെൻ്റൽ ഹോസ്പിറ്റലിൽ 1 മാസത്തെ ചികിത്സയും കൗൺസിലിങ്ങും, സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും പിന്നെ വില്ലേജ് ഓഫീസിലും, പിന്നെ എത്രയോ സംഘടനകൾ. ഒടുവിൽ നിങ്ങളുടെ ചാനലും മാധ്യമങ്ങളും എന്നെ വിഷയമാക്കി. എനിക്ക് അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ സമരം ചെയ്യേണ്ട, എനിക്ക് ആരെയും അട്ടിമറിക്കേണ്ട. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നാട്ടിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കല്ലറയിൽ ഒരു റോസാപുഷ്പം വയ്ക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പൊ തന്നെ നീ ഞങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വരണം. വേഗം റെഡിയാവ്. ഷൈനി, ഇന്നത്തെ ന്യൂസിൽ ലീഡിംഗ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വിജയഗാഥയാണ്. അവൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മുടെ ഈ പ്രോഗ്രാം വഴി എത്രയോ പേർക്ക് അവരുടെ സ്വദേശത്തെത്താൻ കഴിഞ്ഞു. സർ, ഇതൊരു വേറിട്ട കഥയാണ്. മറ്റൊരു ചാനലിനും അവകാശപ്പെടാനാകാത്ത വിജയം. ഫ്രാങ്ക്ലിനെ ഓഫീസിലേക്ക് വരാൻ പറയൂ. ഈ ആഗോള വിഷയം സമർത്ഥമായി കൈകാര്യം ചെയ്ത വളരെ മിടുക്കിയായ റിപ്പോർട്ടറാണ് താരാ നായർ. അസാധ്യമെന്ന് പലരും കരുതിയ ഈ വിഷയം സർക്കാരിന്റെയും എംബസികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന് മറ്റു ചാനലുകളിലും, എന്തിനധികം നിയമസഭയിൽ പോലും വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ വിദേശ നയത്തിന്റെ ഫലപ്രദമായ വിജയം. അങ്ങനെ ഫ്രാങ്ക്ലിന് അവന്റെ മാതാപിതാക്കളുടെ നാട്ടിലേക്ക് പോകാൻ സന്ദർശനാനുമതി കിട്ടുന്നു. ഇത് നമ്മുടെ ചാനലിലെ മാത്രം വിജയമല്ല, താരാ നായർ എന്ന റിപ്പോർട്ടറിന്റെയും കൂടി വിജയമാണ്. ദിയാഗോ ഗാർസിയ എന്ന വിഷയം തുടങ്ങിയ എപ്പിസോഡ് മുതൽ നല്ല റേറ്റിംഗിലാണ് പോകുന്നത്. എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ സാറ് തന്നെ ഫ്രാങ്ക്ലിന് പേപ്പർ കൈമാറണം. ഷുവർ. ഞാൻ ന്യൂസ് റൂമിലേക്ക് ചെന്ന് ഫ്രാങ്ക്ലിന്റെ ലൈവ് പ്രോഗ്രാം റെഡിയാക്കട്ടെ? ശരി. ഓക്കെ സാർ. മേ ഐ കമിങ് സർ? ഹായ് ഫ്രാങ്ക്ലിൻ. ഹായ് സാർ. വരൂ, ഇരിക്കൂ. സർ, ഞാൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അബൌട്ട് ദിയാഗോ ഗാർസിയ ആൻഡ് ഫ്രാങ്ക്ലിൻ. താര, ഈ ഫയൽ തനിക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള സ്ഥിര നിയമനത്തിന്റെ വാതിലാണ്. മിസ്റ്റർ ആനന്ദ്, നിങ്ങളുടെ സംഘടന വഴി ഇയാളുടെ കഥ ഞങ്ങളെ അറിയിച്ചതിന് ഫ്രാങ്ക്ലിന് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. അതൊന്നും വേണ്ട സാർ. ഈ പാവത്തിന് വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലേ, അത് മതി. ഇത് ഫ്രാങ്ക്ലിന് ദിയാഗോ ഗാർസിയ സന്ദർശിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഫാക്സ് മെസ്സേജാണ്. ഫ്രാങ്ക്ലിൻ, താങ്കളുടെ വിജയം എല്ലാവർക്കുമുള്ള ഒരു ഗുണപാഠമാണ്. ഒരു ഈച്ചയ്ക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഇന്നത്തെ ദിയാഗോ ഗാർസിയ, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം, ഗൾഫ് യുദ്ധവേളയിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുതിച്ചുയർന്ന ആ ക്യാമ്പിലേക്ക് ചെല്ലാൻ നിങ്ങൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടം സമ്മതിക്കണം. കൃത്യമായ ലക്ഷ്യത്തിലേക്കുള്ള സൂക്ഷ്മദർശനം, അവിടെ എത്താനുള്ള കഠിന ശ്രമം, അത് മാർഗം എത്ര കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായാലും നമ്മുടെ ശ്രമങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ലക്ഷ്യം നമ്മുടെ കൈവെള്ളയിൽ വന്നു ചേരും. ഫ്രാങ്ക്ലിന്റെ കഥ ലോകത്തിനെ പഠിപ്പിക്കുന്ന ഗുണപാഠം അതാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഫ്രാങ്ക്ലിൻ എന്താണ് പറയുവാനുള്ളത്? ഐ ആം ഫ്രാങ്ക്ലിൻ. ഭ്രാന്തനല്ല. മാതാപിതാക്കളുടെ നാട്ടിൽ ചെന്ന് അവരുടെ കല്ലറകളിൽ പൂക്കൾ അർപ്പിക്കാൻ ആഗ്രഹിച്ച ഒരു സാധാരണക്കാരൻ. ഇന്നെൻ്റെ കയ്യിൽ കിട്ടിയ ഈ കടലാസ് തുണ്ട് എന്നെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു. കടൽ തീരത്തെ മണൽത്തരികളും ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്.